മഴക്കാലമായപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ട്രിപ്പ് പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ നമുക്കും പോണ്ടേ. നമ്മളും വണ്ടി എടുത്ത് വിട്ടു ചിമ്മിനി ഡാമിലേക്ക്. ഞാനും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ആളുടെ വൈഫും കൂടിയിട്ടാണ് പോയത്. ഞങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു ചിമ്മിനി ഡാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 33 കിലോമീറ്റർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞങ്ങൾ ഒരു ഉച്ചയാകുമ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊന്നും പെയ്തില്ല. അവിടേക്ക് എത്തിയിട്ടെങ്കിലും മഴ പെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോഴും മഴ പെയ്തില്ല. മഴ ഞങ്ങളെ വെറുതെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. നല്ല വൈബൊക്കെ അടിച്ച് വരാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പക്ഷേ അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പറയാൻ പറ്റില്ല, ഇത്രയും നല്ല പ്ലേസാണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. 2 റബ്ബറും തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ ആയിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. ഞാനാ വണ്ടി ഓടിക്കണ്ടേ. റോഡൊക്കെ അടിപൊളി റോഡായിരുന്നു, നല്ല റോഡായിരുന്നു. അങ്ങനെ ആ പോണ വഴിയിൽ തന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ വരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വണ്ടി നിർത്തി ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം കളിച്ചു. പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് വീണ്ടും ചിമ്മിനിക്ക് പുറപ്പെട്ടു. ആ പോണ വഴിയിൽ തന്നെ ചില ആൾക്കാർ കാറൊക്കെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാറിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ ചിൽ മൂഡായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ അവസാനം ചിമ്മിനി ഡാമിലേക്ക് എത്തി. ഇതാണ് ചിമ്മിനി ഡാം. അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. സേവ് ദ ഡേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി പ്ലേസ്. അങ്ങനെ അവിടെ എത്തി ഒരു മാംഗോ ബാറൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അവിടുത്തെ എന്താ പറയുക പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പക്ഷെ ഞാൻ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. വെക്കേഷൻ സമയമായ കാരണം തോന്നുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ല എന്ന് പറയണ പോലെയായിരുന്നു. കാരണം ഫുൾ എല്ലായിടത്തും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങണമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് മുകൾ ഭാഗത്തേക്കാണ് പോയത്. പിന്നെ താഴത്തേക്ക് ഇങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് ഇറങ്ങിപ്പോയി. ഏട്ടൻ മുകൾ ഭാഗത്ത് നിന്നിട്ട് വീഡിയോ എടുക്കായിരുന്നു. പക്ഷേ എന്താ പറയുക, ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിമ്മിനി ഡാം കാണാൻ പോണത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ നോർമൽ അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തി ഇതൊക്കെ കണ്ടപ്പോഴാണ് ഈശ്വരാ ഞാൻ വന്നില്ല വെച്ചെങ്കിൽ ഇതൊരു എന്താ പറയുക നഷ്ടമായേനെ അങ്ങനെ തോന്നിയത്. ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ നടുവിലായിട്ട് വെള്ളം കയറാത്തൊരു പ്ലേസ് ഉണ്ട്. അത് കാണാൻ അടിപൊളിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അവിടെ വെച്ചിട്ട് ഞാൻ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്താ പറയുക അത്രയും ഭംഗിയുണ്ട്. സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് എന്തായാലും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് കിട്ടും, അത് ഉറപ്പാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് കുറേ നേരം വെള്ളത്തിൽ കൈയിട്ടൊക്കെ കളിച്ചു. പിന്നെ വെള്ളത്തിൽ കല്ലൊക്കെ എറിഞ്ഞിട്ട് കളിച്ചു. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്കിങ്ങനെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. വെക്കേഷൻ ആയ കാരണം തന്നെ കുറേ കുട്ടിയോടും പിന്നെ അവരുടെ കസിൻസൊക്കെ ആയിട്ട് വരുന്നതാണ് തോന്നുന്നു. അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബോയ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ നല്ല വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിക്കുക തോന്നുന്നു. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 2 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വന്നതല്ലേ. അവിടെ നിന്ന് ഒരു 5 മണി ആ ടൈമൊക്കെ ആകുമ്പോഴാണ് പോകുന്നത്. പോരുന്ന വഴി ഒരു തട്ടുകടയിൽ നിന്ന് ബ്രെഡ് പൊരിച്ചതും അതേപോലെ ബീഫും കൊള്ളിയും കൂടി കഴിച്ചു. നല്ല കൊള്ളിയായിരുന്നു, അടിപൊളി ചായക്കട.